ഹായ് ഹലോ നമസ്കാരം. എൻട്രി എലിവേറ്റ് കോമേഴ്സിൻ്റെ ഫ്യൂച്ചർ ഫൈൻഡർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ സമയത്തും വരുന്ന വേക്കൻസികൾ, റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ എന്നിവ പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു സീരീസ് ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം എന്നറിയിക്കാം കേട്ടോ. പിന്നെ ഈ ആഴ്ച ആദ്യമായി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് ഏണസ്റ്റ് ആൻഡ് യങ് അഥവാ EYയിലെ മെഗാ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ്. ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിലുമായി നടക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഉപയോഗപ്പെടുത്താൻ പറ്റിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. EY കേരളത്തിൽ ടെക്കുകളുടെ എണ്ണം ഇരട്ടിയാക്കുന്നു എന്നുള്ളത്. നിലവിൽ കേരളത്തിൽ 10,000-ഓളം ജീവനക്കാരാണ് EYയിലുള്ളത്. അത് 20,000-ലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്ത. 3 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികം സ്പേസ് കേരളത്തിൽ കൂട്ടുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഇന്ത്യയിൽ തന്നെ EYയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി കേരളം മാറുകയാണ് എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനോടനുബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത കവർ ചെയ്തിരുന്നു. ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ വിവരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും. 10,000-ഓളം ഉദ്യോഗാർത്ഥികളെയാണ് പുതുതായി EY കേരളത്തിൽ തന്നെ നിയമിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഫ്രഷേഴ്സ്, എക്സ്പീരിയൻസ്ഡ്, IT, നോൺ IT തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ ഡേറ്റുകൾ നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമുണ്ട്. ഹൈദരാബാദിൽ ജനുവരി 25 ഈ ഡേറ്റാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ്. ഫെബ്രുവരി 1 കൊച്ചി ആൻഡ് തിരുവനന്തപുരം. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും EYയുടെ ക്യാമ്പസുകളിൽ വെച്ച് നടക്കുന്ന ഡ്രൈവാണത്. എങ്ങനെയാണ് നമുക്ക് ഈ ഡ്രൈവിൽ പങ്കെടുക്കാൻ സാധിക്കുക? അവർ വാർത്തയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ആൻ ഇൻവൈറ്റ് ഓൺലി ഇവൻറ്റ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം അവരുടെ ഇൻവിറ്റേഷൻ ലഭിച്ചാൽ മാത്രമേ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ റെസ്യൂമേ ഒരു ലെവൽ ഓഫ് ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സ്കിൽ ഏരിയ പ്രത്യേകം അവർ ചോദിക്കുന്നു. അപ്പോൾ സ്കിൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഏത് സ്കിൽ ഏരിയ ആണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ സ്കിൽ ഏരിയയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡുകൾ നമ്മുടെ റെസ്യൂമേയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ഉൾപ്പെടുത്തി വേണം സമർപ്പിക്കാനെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും. ഇതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോ. നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, മെയിൽ ID, പിന്നെ വരുന്നത് സ്കിൽ കാറ്റഗറിയാണ്. വളരെ ശ്രദ്ധിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണ്, നമ്മൾ പഠിച്ചത് ഏത് മേഖലയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം, നമ്മുടെ പാഷൻ ഏത് മേഖലയിലാണ് എന്നതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത് സെലക്ട് ചെയ്യുക. എക്സ്പീരിയൻസ് ഉള്ളവർ അത് മെൻഷൻ ചെയ്യുക, നോട്ടീസ് പീരീഡ് ഉള്ളവർ മെൻഷൻ ചെയ്യുക, കറൻറ്റ് ലൊക്കേഷൻ അത് മെൻഷൻ ചെയ്യുക, നമ്മുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഫസ്റ്റ് ലെവൽ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇൻവൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ റെസ്യൂമേ റെഡിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. IT, നോൺ IT, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഏത് കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തി EY പോലൊരു ഗ്ലോബൽ എക്സ്പ്ലോഷർ കിട്ടുന്ന ബിഗ് 4 കമ്പനികളുടെ ഭാഗമാവാൻ ശ്രദ്ധിക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? സോ ഡോണ്ട് മിസ് ഔട്ട് ദി ഓപ്പർച്യൂണിറ്റി. ഇതുപോലെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികൾ, റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ ചിലപ്പോൾ വരുന്നത് കുറവായിരിക്കും. കാരണം ചിലപ്പോൾ ഫ്രഷേഴ്സിന് മാത്രമായിട്ടായിരിക്കും ഇൻവൈറ്റ് കിട്ടുക, ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിട്ടായിരിക്കും വേക്കൻസികൾ വരിക. പക്ഷേ ഇത് IT, നോൺ IT, എക്സ്പീരിയൻസ്ഡ്, ഫ്രഷേഴ്സ്, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ഏത് മേഖലയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്, അപ്ലൈ ചെയ്യാൻ പറ്റിയ ഡ്രൈവാണ്. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്ക് ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്